സോ ഹായ് ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും. ഈ സ്വിംഗ് സ്റ്റോക്ക് പർപ്പസിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്വിംഗ് സ്റ്റോക്ക് തന്നെയാണ്, വിത്ത് ബ്രേക്ക്ഔട്ട് ആയിരിക്കുള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ പേരാണ് ജി ഷിപ്പ്. ഓക്കെ, ജി ഷിപ്പിംഗ് ആണ്. ഓക്കെ, ഈ സ്റ്റോക്ക് നമ്മുടെ മെറൈൻ ഷിപ്പിംഗ് ആ ഒരു ടൈപ്പാണ്. മീൻസ് ഒരു ഷിപ്പിംഗ് കമ്പനി തന്നെയാണ് ഇത്. ഓക്കെ, ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു നല്ലൊരു ഹൈ അടിച്ച് ഒരു റീട്രേസ്മെൻ്റ് ആണ് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇത് ഫിബൊനാച്ചി വെച്ച് നോക്കുവാണെങ്കിൽ ലേറ്റസ്റ്റ് ഹൈ നമ്മുടെ ഇതാണ്. ഓക്കെ, 80H അടിച്ചേക്കുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് ലോ, നിയറസ്റ്റ് ലോ, ദാറ്റ് മീൻസ് ഇത്. ഓക്കെ, കാരണം ഇവിടുന്ന് കാണിച്ചു തരാം. ഈ ഒരു ലോ അടിച്ചിട്ടാണ് നേരെ മുകളിലേക്ക് പോയത് പ്രൈസ്, റൈറ്റ്? പ്രൈസ് നേരെ മുകളിലേക്ക് പോയി. സോ നമ്മൾ ആ ഒരു ഹൈ ആൻഡ് ദ ലോ, ഓക്കെ, ഈ ഒരു ഹൈ ആൻഡ് ലോ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഫിബൊനാച്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇപ്പോൾ കാണുന്നത് ഇതൊരു ബൈങ് സോണിലാണ്. കണ്ടോ, നിയർ ഗോൾഡൻ റേഷ്യോ ആൻഡ് ബൈങ് സോൺ. ഇന്ന് ആ പ്രൈസ് ഓൾമോസ്റ്റ് അവിടെ ടച്ച് ആയിട്ട് കറക്റ്റ് അവിടെ പ്രൈസ് ബൗൺസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ചെറിയ SL വെച്ചിട്ട് നമുക്ക് ഈസിലി ഇതിനകത്ത് എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. അതാണ് എൻ്റെ ഒരു സജഷൻ. മീൻസ് വലിയ SL വരുന്നില്ല. ഓക്കെ, പിന്നെ ഫിബൊനാച്ചിയിൽ നമ്മൾ അങ്ങനെ നോക്കി. പിന്നെ കഴിഞ്ഞിട്ട് സെല്ലിംഗ് ഉണ്ടല്ലോ, ഇങ്ങനെ കാര്യമായിട്ട് സെല്ലിങ്ങിൽ വോല്യൂം ഒന്നും കാണുന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു ഹ്യൂജ് വോല്യൂം നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ. ബട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സെല്ലിംഗ് ജനറേറ്റ് ആയല്ലോ. ആ സെല്ലിംഗ് സ്ലോലി ആണ് ആ സെല്ലിംഗ് ജനറേറ്റ് ആയിരിക്കുന്നത്. സോ വലിയ കാര്യമായിട്ട് സെല്ലിംഗ് ഒന്നും കണ്ടില്ല ഇതിനകത്ത്, കാണുന്നില്ല. കാരണം സെല്ലിംഗ് ജനറേറ്റ് ആകുമ്പോഴത്തേക്കും നല്ലൊരു വോല്യൂം കാണുന്നല്ലോ, സെല്ലിങ്ങിൻ്റെ വോല്യൂം കാണുമല്ലോ. പക്ഷേ ഇതിനകത്ത് അതൊരു സെല്ലിംഗ് വോല്യൂം ഇങ്ങനെ കാണുന്നില്ല. കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാം വോല്യൂം ഫ്ലാറ്റ് തന്നെയാണ്. ആകെ വന്ന ഒരു ഹ്യൂജ് വോല്യൂം, ദാറ്റ് മീൻസ് അവിടെ ആരോ എൻട്രി എടുത്തിട്ടുണ്ടാവും, ബിഗ് മണി. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിഗ് മണി ആരെങ്കിലും എന്തെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു വോല്യൂം ഇവിടെ വന്നിരിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഒരു ഹൈ ടു ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ 1 ടാപ്പ്, 2nd ടാപ്പ് ആൻഡ് 3rd ടാപ്പ്. ഓക്കെ, ഇനി ഓൾമോസ്റ്റ് 4th ടാപ്പിലേക്ക് ഇപ്പോൾ പോവാണ്. ഇത് ടാപ്പ് ആയിട്ടില്ല. പിന്നെ ഒരു സപ്പോർട്ട് ലൈൻ താഴെ നിന്ന് ഇങ്ങനെ നമ്മൾ വെച്ചു. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് ഒരു പീനിയൻ പാറ്റേൺ ആണെന്ന് പറയാം. ഓക്കെ, പീനിയൻ പാറ്റേണിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ സോ നല്ല ഒരു ഗുഡ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നല്ലൊരു മൂവ് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, സോ ഇന്ന് വേറൊരു കാര്യം, ഇന്ന് കണ്ട ഈ ക്യാൻഡിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്യാൻഡിൽ ഇതാണ് ഒരു മെയിൻ റീസൺ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇസിക്കൽ ടു ലോ അല്ല, ഒരു 40 പൈസയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്തായാലും നല്ലൊരു മാറുബോസു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് പറയാം. നല്ലൊരു ഹെൽത്തി മാറുബോസു ക്യാൻഡിലാണ്. ഓക്കെ, സോ നല്ലൊരു പ്രൈസാണ് ഇപ്പോൾ സ്റ്റോക്കിന് എൻട്രി വരുന്നത്. നമ്മുടെ ഇതിൻ്റെ ബ്രേക്ക്ഔട്ടിലാണ് ശരിക്കും എൻട്രി എടുക്കുന്നത്. പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ഈ 1250 അബവ്. ഓക്കെ, 1250 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എൻട്രി എടുക്കാം. ഐ തിങ്ക് അപ്പോഴത്തേക്ക് ബ്രേക്ക്ഔട്ട് കൂടി കാണും. ഓക്കെ, അപ്പോഴത്തേക്ക് ബ്രേക്ക്ഔട്ട് ആയി കാണും. ഓക്കെ, 1250 അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. SL ഇതിൻ്റെ ലോ ആയിരിക്കും. ഈ നമ്മുടെ ഈ പെയിനിയൻ പാറ്റേണിൻ്റെ ലോ. ഓക്കെ, സോ SL 1150 ബിലോ വെച്ചാൽ മതി. കാരണം ഇവിടെ സപ്പോർട്ട് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നേരത്തെ ഇവിടെ സപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. സോ SL എപ്പോഴും നമ്മൾ ആ സപ്പോർട്ടിൻ്റെ ബിലോ, ഇവിടെ ഈ ഒരു സപ്പോർട്ടുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ ബിലോ 1150 ബിലോ വേണം. 58 ആണ് സപ്പോർട്ട്. ഒരു 8 പോയിൻറ്റ്സ് കൂടി താഴെ. ദാറ്റ് മീൻസ് 1150 ബിലോ SL വെച്ചാൽ മതി. ചെറിയ SL വരുന്നുള്ളൂ, വലിയ SL ഒന്നും ഇല്ല. ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇതായിരിക്കും, 1345. അത് റെഡ് ആക്കി മാർക്ക് ചെയ്തേക്ക്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇത് ഈ റെഡ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടല്ലോ ഒരുപാട്.
1420 ആൻഡ് അത് കഴിഞ്ഞിട്ട് സസ്റ്റെയിൻ ആയാൽ 88 ഈസിലി ക്ലീൻ ചെയ്യും, പിന്നെ 1600 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇതിൻ്റെ ശരിക്കും ഐ ഫീൽ ഒന്ന് ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ, ബ്രേക്ക് ഔട്ട് ഇപ്പോൾ തന്നെ തരുവാണെങ്കിൽ ഐ ഫീൽ നല്ല ഒരു മൂവ് കിട്ടേണ്ടതാണ്. റീസൺ ആ പീനിയൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് പാറ്റേൺ ആണ്, ഹെൽത്തി ബ്രേക്ക് ഔട്ട് പാറ്റേൺ ആണ് പീനിയൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇത് എന്തായാലും മാർക്ക് ചെയ്ത് വെക്കുക എല്ലാവരും കൂടി. ജി ഷിപ്പിംഗ് ആണ് ഇത് സ്റ്റോക്കിൻ്റെ പേര്. നല്ല ഒരു സ്റ്റോക്കാണ്, ഷിപ്പിംഗ് കമ്പനിയാണ്. സോ PSU കമ്പനീസാണ് ഐ തിങ്ക് ഇത്. സോ ഇനി നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇനി അപ്കമിങ് ഡേയ്സിൽ നല്ല ഒരു മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ചെറിയ SL വെച്ച് പ്ലേ ചെയ്തേക്കണം എല്ലാവരും കൂടി. SL ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ ലൈൻ്റെ ബിലോ ക്ലോസിങ് എൻട്രി പ്രൈസ് ഇതാണ് 1225. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിന് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നല്ലൊരു സ്റ്റോക്കാണ്, നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ട്രാക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണാം. താങ്ക് യു സോ മച്ച്.